സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിലെ 400 മീറ്റർ ഹർഡിൽസ് മത്സരത്തിന് തുടക്കമായിരിക്കുകയാണ്. സീനിയർ ആൺകുട്ടികളിൽ തിരുവനന്തപുരത്തിന് സ്വർണം. മീറ്റിൽ പാലക്കാടിന് വെല്ലുവിളി ഉയർത്തി മലപ്പുറം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. വിവരങ്ങളുമായി രുജീഷ് ബി രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. രുജീഷ്, എന്തായാലും ഈ ഒരു കുട്ടി പോരാട്ടം ഏകദേശം അവസാന ലാപ്പിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. അപ്പോൾ പോരാട്ടവും മത്സരങ്ങളും ഒക്കെ ആ രീതിയിൽ തന്നെ ഏറ്റവും വാശിയേറിയ രീതിയിലാകും അവിടെ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ മത്സരങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു? ഇനി ഏതൊക്കെ മത്സരങ്ങളാണ് ഉള്ളത്? സ്വാതി, ഇപ്പോൾ ഹഡിൽസ് മത്സരങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ സീനിയർ ജൂനിയർ ആൺകുട്ടികളുടെ 400 മീറ്റർ ഹഡിൽസ് മത്സരം തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജൂനിയർ മീറ്റിൽ തിരുവനന്തപുരത്തിൻ്റെ ശ്രീഹരി മീറ്റ് റെക്കോർഡോടെ അല്പസമയം മുൻപ് സ്വർണം നേടി. ഇപ്പോൾ സീനിയർ പെൺകുട്ടികളുടെ മത്സരം തുടങ്ങാനായി എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ മത്സരം തുടങ്ങും. വലിയ ആവേശ പോരാട്ടമാണ് നമ്മൾ ഈ മീറ്റിൽ കാണുന്നത്. നേരത്തെ ഈ മത്സരം തുടങ്ങിയിട്ടുണ്ട്. സീനിയർ പെൺകുട്ടികളുടെ 400 മീറ്റർ ഹഡിൽസ് മത്സരമാണ് ഇപ്പോൾ ഇവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിന് വലിയ വെല്ലുവിളി മലപ്പുറം ഉയർത്തുകയാണ്. തുടക്കം മുതൽ പാലക്കാടാണ് അത്ലറ്റിക് മീറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പോലും പാലക്കാടിനെ മറികടക്കാൻ മറ്റ് ജില്ലകൾക്ക് അത്ലറ്റിക് മീറ്റിൽ സാധിച്ചിട്ടില്ല. ആ ആവേശം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വലിയ ആവേശ പ്രകടനം മലപ്പുറത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മലപ്പുറം സ്കൂളുകൾ വലിയ മുന്നേറ്റം നടത്തുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ ഐഡിയൽ കടകശ്ശേരി അവസാന ലാപ്പിൽ 1ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ മുന്നേറിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഹഡിൽസ് മത്സരത്തിൻ്റെ അവസാന 100 മീറ്ററിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വലിയ ആവേശ പോരാട്ടം. നമ്മൾ ഇവിടെ ഈ മത്സരങ്ങളിലൂടെ തന്നെ മലപ്പുറം ഒരുപക്ഷെ പാലക്കാടിനെ മറികടക്കുമോ എന്ന് കണ്ടറിയണം. നേരത്തെ നടന്ന 2 മത്സരങ്ങളിൽ ആൺകുട്ടികളുടെ മത്സരത്തിൽ തിരുവനന്തപുരമായിരുന്നു സ്വർണം നേടിയത്. ജി വി രാജ സ്കൂളിലെ ശ്രീഹരി റെക്കോർഡോടെ സ്വർണം നേടുകയും ചെയ്തു. ഇപ്പോൾ ഈ മത്സരം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം പാലക്കാട് സ്വർണം നേടി എന്ന പാലക്കാടിൻ്റെ താരം സ്വർണം നേടിയിട്ടുണ്ട്. വലിയ ആവേശ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം പാലക്കാടും തമ്മിൽ വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ഇന്ന് 400 മീറ്റർ ഹഡിൽസിൽ ഇനി ജൂനിയർ പെൺകുട്ടികളുടെ മത്സരം കൂടി നടക്കാനുണ്ട്. അതോടൊപ്പം പിന്നീട് 800 മീറ്റർ ഫൈനലുകൾ, 4 800 മീറ്റർ ഫൈനലുകൾ വിവിധ വിഭാഗങ്ങളിലായി. ആദ്യം ജൂനിയർ ഗേൾസിൻ്റെ മത്സരം, പിന്നീട് ജൂനിയർ ബോയ്സിൻ്റെ മത്സരം, തൊട്ടു പിന്നാലെ സീനിയർ ഗേൾസ്, അതോടൊപ്പം സീനിയർ ബോയ്സ് മത്സരം. അങ്ങനെ 800 മീറ്റർ ഫൈനൽ. പിന്നീട് അടുത്തത് 4x100 മീറ്റർ ഹീറ്റ്സ് മത്സരങ്ങളുടെ റൗണ്ട് 1 മത്സരങ്ങളാണ്. വിഷ്ണുശ്രീ, പാലക്കാടിന്റെ വിഷ്ണുശ്രീയാണ് 400 മീറ്റർ ഹഡിൽ സീനിയർ ഗേൾസിൽ സ്വർണം നേടിയത്. അഞ്ജന സാബു, കണ്ണൂരിന്റെ അഞ്ജന സാബു വെള്ളി, അതോടൊപ്പം പാലക്കാടിന്റെ തന്നെ ലിപിക വി വെങ്കലം. ഇങ്ങനെയാണ് ഇപ്പോൾ നടന്ന മത്സരത്തിന്റെ റിസൾട്ട്. എന്തായാലും പാലക്കാടിന് 2 മെഡൽ കൂടി നേടുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മലപ്പുറം വലിയ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റ് മത്സരങ്ങളിലൂടെ പാലക്കാടും ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കും. എന്തായാലും പാലക്കാടിന് ഒരിക്കൽ പോലും അത്ലറ്റിക്സിൽ പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് വിജയിയായ വിഷ്ണുശ്രീയിലേക്ക് പോകാം. BMS വടവണ്ണ സ്കൂളിൽ നിന്നാണ്. കൊല്ലംകോട് നിന്നാണ്. ഇയാളുടെ ഈ സീസണിന്റെ ഫസ്റ്റ് ഗോൾഡാണ്. ലാസ്റ്റ് സീസൺ നമുക്ക് 2 ഗോൾഡ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അണ്ടർ 19 400 ബെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. നാഷണൽ എന്തായാലും ബെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 103 ആയിരുന്നു ലാസ്റ്റ് ഇയർ. നാഷണൽ സിൽവർ മെഡൽ ആയിരുന്നു ആള്. അപ്പോൾ നമുക്ക് പേഴ്സണൽ ബെസ്റ്റ് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. നമ്മൾ പാലക്കാടിന്റെ വിഷ്ണുശ്രീയാണ് സംസാരിച്ചത്. എന്തായാലും രജീഷ്, സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിലെ 400 മീറ്റർ ഹർഡിൽസ് മത്സരമാണ് ഇപ്പോൾ നടന്നത്. പാലക്കാടിന്റെ വിഷ്ണുശ്രീ വിജയിയായിരിക്കുകയാണ്. ആ കാഴ്ചകളും ആ വിവരങ്ങളുമാണ് രുജീഷ് ബി രവീന്ദ്രൻ നൽകിയത്.